അങ്ങനെ നീലിമയോട് കുറേ തവണ പറയാണ് പൈസ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ പറയാണ് നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്, ഞാൻ പൈസ ഒന്നും തരാൻ പോകുന്നില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കട്ടോ. അപ്പത്തേനും കത്രിക കാണിച്ചിട്ട് നമ്മുടെ ശ്രുതി പറയും ഇവിടെ തന്നെ നീ ഇരുന്നോ, ശ്രുതി വേഗം പോലീസിനെ വിളിക്ക്, ഇവളെ തന്നെ അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ, പോലീസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവള് തരേണ്ട പൈസ ഒക്കെ തരും, എന്തായാലും പൈസ കിട്ടാണ്ട് നിന്നെ ഞങ്ങൾ ഇവിടുന്ന് വിടില്ലേ പറയും. അപ്പോൾ അയ്യോ പോലീസിനെ വിളിക്കരുത്, ഞങ്ങൾക്ക് നാളെ കാനഡയിലേക്ക് തിരിച്ചു പോകേണ്ടതാണ് പറയുമ്പോൾ അപ്പം നിനക്ക് കാനഡയ്ക്ക് നാളെ തിരിച്ചു പോകണല്ലേ, നീ പോണതൊന്നും എനിക്ക് കാണണം, നീ പൈസ തന്നാൽ നിനക്ക് പോവാം എന്നൊക്കെ തന്നെ പറയും. അതിനുശേഷം ശ്രുതി വേഗം പോയിട്ട് പോലീസിനെ വിളിക്കുകയാണ്. അപ്പോൾ ശ്രുതിയോട് പറയും അതെ നീ എന്നെ ഭീഷണിപ്പെടുത്തി ഇവിടെ ഇതാക്കിയെന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ പോലീസിൽ അഴിയെണ്ണും എന്നൊക്കെ പറയും. അപ്പോൾ പറയും ആരഴിയെണ്ണാൻ പോകണം നമുക്ക് നോക്കാം എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ അവർ കാത്തു നിൽക്കുമ്പോൾ പോലീസ് വരികയാണ്. എന്നിട്ട് നീലിമേനും അതുപോലെ സുധീനൊക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ രേവതി കടയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ സ്കൂട്ടി കാണില്ല. അപ്പോൾ രേവതിക്ക് ആകെ ടെൻഷനാവും. എന്നിട്ട് ചോദിക്കും അവിടെ അടുത്ത് നിൽക്കുന്ന ചേട്ടനോട് ചോദിക്കും ചേട്ടാ ഞാനിവിടെ ഒരു സ്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ബോക്സൊക്കെ ആയിട്ട്, അത് കണ്ടോ, ആരെങ്കിലും എടുക്കുന്നത് കണ്ടോ ചോദിക്കുമ്പോൾ അത് പോലീസ് എടുത്തുകൊണ്ടോയി എന്ന് പറയും. പോലീസ് എന്തിനു ചോദിക്കുമ്പോൾ ഇവിടെ നോ പാർക്കിംഗ് ഏരിയ അല്ലേ അവിടെ വെച്ചിട്ടാവും, എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കിക്കോ എന്നിങ്ങനെ പറയും. അങ്ങനെ രേവതി പോലീസ് സ്റ്റേഷനിൽ പോവാണ്. അപ്പോൾ അവിടെയുള്ള കോൺസ്റ്റബിളിനോട് ചോദിക്കുകയാണ് എൻ്റെ വണ്ടി എനിക്ക് തിരിച്ചു തരുമോ, ഞാൻ ഇനി അറിയാതെ ചെയ്തതിന് ഞാൻ ഒരിക്കലും ഇത് ആവർത്തിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ SI സാർ ഇപ്പോൾ വരും, SI സാറിനോട് പറഞ്ഞോ, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല പറയട്ടോ. അങ്ങനെ രേവതി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സമയത്താണ് SI നമ്മുടെ സുധീനയും നീലിമേനൊക്കെ ആയിട്ട് വരുന്നത്. പക്ഷെ അതൊന്നും നമ്മുടെ രേവതി കാണുന്നില്ല. അങ്ങനെ ഇവരെല്ലാവരും ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. എന്നിട്ട് സുധിയുടെയും ഈ നീലിമയുടെയും ജോയിൻ്റ് അക്കൗണ്ടിൽ നിന്ന് നീലിമയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയതിൻ്റെ ഡീറ്റെയിൽസൊക്കെ സുധി കൊടുക്കുകയാണ്. അപ്പം നീലിമയ്ക്ക് ആകെ പേടിയാവുകയാണ് കേട്ടോ. എന്നിട്ട് പറയും എനിക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ ഉള്ളതാണ്, ഞാനൊരു വീഡിയോ എടുത്തിട്ട് എന്നെ ഇവരെ എല്ലാവരും കൂടി പറ്റിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളെല്ലാവരും പെടും എന്നൊക്കെ പറയാം. അപ്പോൾ മോളെ നീ ആരോടായി പറയണേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ പോലീസ്. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ.